ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പുഷ്പ 2 ദി റൂൾ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുന്ന ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം. ചിത്രം തുടങ്ങുന്നതിന് മുന്നേ തന്നെ സുകുമാർ റൈറ്റിംഗ്സ് എന്ന പേരിൽ ഈ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള സുകുമാറിന്റെ പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളിലെ ഡയലോഗുകളും സ്ക്രിപ്റ്റിന്റെ ചില ഭാഗങ്ങളുമെല്ലാം എഴുതി കാണിച്ചു പോകുന്നുണ്ട്. അതിൽ ആദ്യമായി കാണിക്കുന്നത് ഈ സുകുമാറും അല്ലു അർജുനും ആദ്യമായി ഒന്നിച്ച ആര്യ എന്ന ചിത്രത്തിലെ ഫീൽ മൈ ലവ് എന്ന വരികളാണെന്ന് കാണാം. 2. ഈ ചിത്രം തിയേറ്ററിൽ റിലീസായ സമയത്ത് ഞാൻ ചെയ്തിരുന്ന വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. അതായത് ഈ ചിത്രങ്ങളുടെ എല്ലാം പേരുകൾ എഴുതി കാണിച്ചിരിക്കുന്ന സ്റ്റൈല് ചിത്രങ്ങളുടെ കഥയുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിലാണെന്ന്. പുഷ്പ ദി റൈസ് എന്ന ചിത്രവും പുഷ്പ ദി റൂൾ എന്ന ഈ രണ്ടാമത്തെ ചിത്രവും ഇനി വരാൻ പോകുന്ന പുഷ്പ ദി റാംപേജ് എന്ന ചിത്രവുമെല്ലാം എഴുതി കാണിച്ചിരിക്കുന്നത് ആ ചന്ദനങ്ങളുടെ ഡിസൈനിൽ തന്നെയാണ്. എന്നാൽ ഇതുകൂടാതെ ആദ്യത്തെ ചിത്രം വളരെ നോർമലായി എഴുതി കാണിച്ചിരുന്നപ്പോൾ ഈ രണ്ടാമത്തെ ചിത്രത്തിലെ 2 എന്ന അക്കം കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് എഴുതി കാണിച്ചിരുന്നത്. അത് ആദ്യ ചിത്രത്തിൽ പുഷ്പ എന്ന ക്യാരക്ടറിന്റെ വളർച്ച മാത്രമാണ് കാണിച്ചു വന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വരുന്നതായിട്ട് മാത്രമാണ് ആ ചിത്രത്തിൽ കാണിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ആ ഒരു ക്യാരക്ടർ വളരെ പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ ഉയർന്നു നിൽക്കുന്നതായും അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതം വളരെ സന്തോഷകരവും കളർഫുൾ ആയിട്ടുമാണ് എന്ന രീതിയിൽ കാണിക്കുമ്പോഴാണ് ചിത്രത്തിന്റെ പേരിലെ ആ 2 എന്ന അക്കവും അതുപോലെ തന്നെ കാണിച്ചിരുന്നത്. എന്നാൽ മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് രണ്ടാമത്തെ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലായി കാണിക്കുന്ന ആ ചുമന്ന നിറത്തിലുള്ള ആ തടിയുടെ കളർ മൂന്നാമത്തെ ചിത്രത്തിന്റെ പേരെഴുതി കാണിച്ചപ്പോൾ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടാണ് കാണിച്ചിരുന്നത്. കൂടാതെ ഒന്നാമത്തെ ചിത്രത്തിന്റെയും രണ്ടാമത്തെ ചിത്രത്തിന്റെയും പേരുകളിൽ നിന്നും മൂന്നാമത്തെ ചിത്രത്തിന്റെ പേരിന് കുറച്ച് കളർ വ്യത്യാസവും വന്നിട്ടുണ്ട്. സോ ഇതുകൊണ്ടെല്ലാം തന്നെ എനിക്ക് തോന്നിയത് മൂന്നാമത്തെ ചിത്രത്തിന്റെ പേര് പോലെ തന്നെ അടുത്ത ചിത്രത്തിൽ നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരുപാട് വയലൻസ് എല്ലാം നിറഞ്ഞ ഒരു സ്റ്റോറി ആയിരിക്കും കാണാൻ പോകുന്നത്. ഈ ചിത്രത്തിന്റെ അവസാനം തന്നെ പുഷ്പയ്ക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന്, പുഷ്പയുടെ കൂടെയുള്ള ആരെങ്കിലും എല്ലാം മരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ചിത്രത്തിൽ അതിന്റെ എല്ലാം പ്രതികാരം പുഷ്പ ചെയ്യുന്ന രീതിയിലായിരിക്കാം കാണിക്കാൻ പോകുന്നത്. ഇതുകൊണ്ടെല്ലാമാകാം ഈ ചിത്രത്തിന്റെ പേരെഴുതി കാണിച്ചപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടും മറ്റു ചിത്രങ്ങളിൽ നിന്നും ഇതിന്റെ കളറിൽ വ്യത്യാസം വന്നിരിക്കുന്നതായിട്ടും ഈ 2 എന്ന് കളർഫുൾ ആയിട്ട് എഴുതി കാണിച്ചതുപോലെ മൂന്നാമത്തെ ചിത്രത്തിന്റെ പേര് എഴുതി കാണിക്കാതെ ഇരുന്നതും. അടുത്തത്, പുഷ്പ തുടക്കത്തിൽ ജപ്പാനിൽ വെച്ച് ഫൈറ്റ് നടത്തുന്ന സമയത്ത് അയാളുടെ കോടാലിയിലായി ഒരു എക്സ് പോലെയുള്ള സിമ്പൽ കാണിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അത് എക്സ് അല്ല, പകരം 2 കോടാലികൾ ചേർന്നിരുന്നത് പോലെയാണെന്നും അതിന് ചുറ്റുമുള്ള ഭാഗം ഫയർ പോലെ കാണിച്ചിരിക്കുകയാണെന്നും പുഷ്പയെ ഫയർ എന്ന രീതിയിൽ പറയുന്നത് കൊണ്ട് അത്തരത്തിലാണ് ആ സിമ്പൽ ഒരുക്കിയിരിക്കുന്നതെന്നും കാണാം. കൂടാതെ ഇതേ സിമ്പലുകൾ തന്നെ പല ഭാഗത്തായി അയാളുടെ വണ്ടിയിലായും വണ്ടിയുടെ മുൻവശത്തായും അയാളുടെ ബെൽറ്റിലും ചില സമയങ്ങളിൽ പുഷ്പയിടുന്ന ഷർട്ടിന്റെ കോളറിലും പോക്കറ്റിന്റെ സൈഡിലുമെല്ലാം ഇത്തരം സിമ്പലുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രധാന സിമ്പലാണ് പുഷ്പയുടെ ആ കൈയുടെ സിമ്പൽ. ഈ കൈയുടെ സിമ്പലും ഒരുപാട് ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ മിക്ക സ്ഥലത്തും കാണിക്കുമ്പോൾ അതിന് ചുവപ്പ് നിറം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒന്നാമത്തെ ചിത്രത്തിൽ പുഷ്പ തന്റെ ബ്ലഡ് കൊണ്ടാണ് ആദ്യമായി ആ സിമ്പൽ ഇടുന്നത് പോലെ കാണിക്കുന്നത്. സോ അതേ നിറം തന്നെയാണ് പിന്നീട് എല്ലാ ഭാഗങ്ങളിലും കൊടുത്തിരിക്കുന്നത്. ഇതേ കൈയടയാളം തന്നെ ചിത്രത്തിന്റെ പേരെഴുതി കാണിക്കുമ്പോഴും കൂടാതെ ഇവരുടെ ഗോഡൌണിന്റെ മുന്നിലും കൊടുത്തിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പുഷ്പ എന്ന സോങ്ങിന്റെ തുടക്കത്തിൽ പുഷ്പ അവിടേക്ക് വരുന്ന സമയത്ത് കുറെ ആളുകൾ ഒരു സാധനം വെച്ച് തറയിലേക്ക് ഇടിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ആ സീനം ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അവിടെയും ആ കൈയുടെ സിമ്പലുകൾ കൊണ്ട് തന്നെയാണ് തറയിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണാം. സോ ഇങ്ങനെ ചിത്രത്തിൽ ഒരുപാട് ഭാഗത്തായി ആ കൈയുടെ സിമ്പലും കോടാലികളുടെ സിമ്പലുകളുമെല്ലാം യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതുപോലെ തന്നെ ആ രക്തയന്ത്രത്തിന്റെ നിറവും ചിത്രത്തിൽ ഒരുപാട് ഭാഗത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പുഷ്പ എന്ന സോങ്ങിൽ അവിടെ ആ കൊടിയുടെ നിറവും ബാക്ക്ഗ്രൗണ്ടുകളും എന്തിന് അവിടെ പൊരിച്ചു വെച്ചിരിക്കുന്ന കോഴിയുടെ നിറം പോലും ഈ ഒരു കളറുമായി മാച്ച് ആകുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിരുന്നത്. കൂടാതെ പുഷ്പയുടെ വീടിന്റെ അകത്ത് അവിടെയുള്ള തൂണുകളിലും മറ്റു ഭിത്തിയിലും കർട്ടനിലും വരെ ഈ നിറം യൂസ് ചെയ്തുകൊണ്ട് രക്തയന്ത്രത്തിന്റെ ഈ ഒരു നിറത്തെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നതായും കാണാം. അതോടൊപ്പം തന്നെ ഇവർ ഓരോരുത്തരെയായി വിലയ്ക്ക് വാങ്ങുമ്പോൾ അവർക്ക് പണം കൊടുക്കാനായി കൊണ്ടുവരുന്ന സോഫകളുടെ നിറം പോലും ഈ രക്തയന്ത്രവുമായി മാച്ച് ആകുന്നത് പോലെയും അതിന്റെ കൂടെ ഇവരുടെ സിൻഡിക്കേറ്റിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ മരിക്കുന്ന സമയത്ത് അയാളുടെ ചിത അടക്കുമ്പോഴും ഇതേ രക്തയന്ത്രം തന്നെയാണ് ഇവർ യൂസ് ചെയ്തിരുന്നതെന്നും കാണിക്കുന്നു. ബൻവാർ സിംഗ് ഷിഖാവത്ത് എന്ന ഫഹദിന്റെ ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ അയാൾ അവിടെ ഇരിക്കുമ്പോൾ കൂടെ കുറച്ചു പേരിൽ നിന്ന് സംസാരിക്കുന്നതായും അതിൽ സീനു എന്ന ക്യാരക്ടറിന്റെ വിവാഹമാണ് അന്ന് എന്നും പറയുന്നുണ്ട്. സോ ആ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് പോലെ അയാളുടെ വിവാഹത്തിന് അയാളുടെ വധു അന്നേ ദിവസം ഇട്ടിരിക്കുന്നത് പോലെയുള്ള നിറങ്ങൾ ഇയാളും നേരത്തെ തന്നെ അണിഞ്ഞിരുന്നതായി കാണാം.
പിന്നീട് ബൻവാർ സിംഗ് ഷിഖാവത്ത് ഇവരെല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും പുഷ്പ അവിടെ വന്ന് ഇവരെല്ലാം ഇറക്കിയതിനു ശേഷം ബൻവാർ സിംഗ് ഷിഖാവത്ത് അവിടേക്ക് എത്തുന്ന സമയത്ത് നേരത്തെ പുഷ്പ വന്നുകൊണ്ട് ഇവർക്ക് പണം കൊടുത്തിരുന്ന ആ ചാക്കുകളെല്ലാം പണം കൊടുത്ത ശേഷം കാലിയാക്കി അവിടെ ഇട്ടിരിക്കുന്നതായും അതോടൊപ്പം തന്നെ ഒരു വിലങ്ങ് അവിടെ കിടക്കുന്നതായും കാണാം. സോ പോലീസുകാർ പണിയെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നും പോകുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട വിലങ്ങ് പോലും അവിടെയെല്ലാം ഉപേക്ഷിച്ച് പോയിരിക്കുകയാണെന്ന് കാണിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പുഷ്പയുടെ വീടിന്റെ ഹാള് കാണിക്കുമ്പോൾ അവിടെ ഫസ്റ്റ് സിനിമയിലെ പുഷ്പയും ശ്രീവല്ലിയുമായിട്ടുള്ള ആ താലികെട്ടിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായി ആ കല്യാണത്തിന് ഇവർ ഇരിക്കുന്ന ഫോട്ടോയും വെച്ചിട്ടുണ്ട്. കൂടാതെ പുഷ്പയുടെ മുറിയിലായി പുഷ്പയും അമ്മയുമൊത്തുള്ള ചെറുപ്പത്തിലെ ആ ഫോട്ടോ വെച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നീട് ഇതുപോലെയുള്ള ഫോട്ടോ തന്നെയാണ് പുഷ്പ ജപ്പാനിലേക്ക് പോകുന്ന സമയത്ത് ആ കണ്ടെയ്നറിൽ സൂക്ഷിച്ചിരിക്കുന്നതായും കാണിക്കുന്നത്. അതേ സീനിൽ തന്നെ പുഷ്പ ഇടുന്നതായി കാണിക്കുന്ന വേഷവും ആദ്യ സിനിമയിൽ പുഷ്പ എന്ന ക്യാരക്ടർ ആദ്യ സീനുകളിൽ ഉപയോഗിച്ചിരുന്ന വേഷവുമായി സിമിലർ ആയതാണ്. സോ താൻ അത്രയെല്ലാം പണക്കാരനായതിനു ശേഷവും ധനികനായതിനു ശേഷവും തന്റെ ആദ്യകാലത്തെ ഓർമ്മയ്ക്കായി അത്തരം കാര്യങ്ങൾ പുഷ്പ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. കൂടാതെ ഈ സീനിൽ പുഷ്പ ഇത്തരമൊരു വേഷം ധരിച്ചുകൊണ്ട് ജപ്പാനിലേക്ക് പോകുന്നത് പുഷ്പയും ബൻവാർ സിംഗുമായി ബെറ്റ് വയ്ക്കുന്ന സമയത്ത് തോക്കുകയാണെങ്കിൽ പുഷ്പ കൂലിയായി മാറണമെന്ന് ബൻവാർ സിംഗ് പറയുന്നുണ്ട്. പിന്നീട് ആ തടിയെല്ലാം പുഷ്പ കടത്തുന്നുണ്ടെങ്കിൽ പോലും ബൻവാർ സിംഗ് ഷിഖാവത്ത് ഇവരുടെ ഇടയിലുള്ള ഒരു കണ്ണിയെ കൊല്ലുന്നതിലൂടെയാണ് പുഷ്പയ്ക്ക് ജപ്പാനിൽ നിന്നും പണം ലഭിക്കാതെ പോകുന്നത്. സോ ആ ഭാഗത്ത് പുഷ്പ ഏകദേശം പരാജയപ്പെട്ടിരിക്കുന്നത് കൊണ്ടാകാം പുഷ്പ ബൻവാർ സിംഗ് ഷിഖാവത്ത് പറഞ്ഞതുപോലെ ഒരു കൂലിയുടെ വേഷം ധരിച്ചുകൊണ്ട് ജപ്പാനിലേക്ക് പോകുന്നതായി കാണിച്ചത്. അതുപോലെ ഈ സീനിൽ ആ കണ്ടെയ്നറിന്റെ അകം നോക്കുകയാണെങ്കിൽ പുഷ്പയുടെ ആ പഴയ വേഷം കൂടാതെ ചുറ്റുപാടും ഇരിക്കുന്ന കാര്യങ്ങളും പഴയ രീതിയിലുള്ള പാത്രങ്ങളും പഴയ റേഡിയോ സാദാ പായും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അവിടെ കാണിക്കുന്നത്. സോ പുഷ്പ ആ വേഷം മാത്രമല്ല താൻ ആ വേഷത്തിലായിരുന്ന പഴയ കാലത്തിൽ എത്തരത്തിലുള്ള ഒരു വീട്ടിലാണോ കഴിഞ്ഞിരുന്നത് അത്തരത്തിലുള്ള ഒരു മുറിയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും കാണാം. ശ്രീവല്ലി പ്രഗ്നന്റ് ആയതിനു ശേഷം വരുന്ന ഒരു സീനിൽ ഇവർക്ക് ജനിക്കാനിരിക്കുന്ന ആ കുട്ടിയോടുള്ള മോഹം പോലെ ഇവരുടെ മുറിയിലായി ഒരു കുട്ടിയുടെ ചിത്രം കൂടി വെച്ചിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ചിത്രത്തിന്റെ തുടക്കത്തിൽ പുഷ്പ താൻ ചെറുപ്പത്തിൽ വെള്ളത്തിൽ വീണ കാര്യം സ്വപ്നം കണ്ടുകൊണ്ട് ഞെട്ടി ഉണർന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ബാൽക്കണിയിലായി കുട്ടികളെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള പല കാര്യങ്ങളും തൂക്കിയിട്ടിരിക്കുന്നതായി കാണാം. സോ ഇത് പിന്നീട് ഇവർക്ക് ജനിക്കാനിരിക്കുന്ന ആ ഒരു കുട്ടിയുടെ കാര്യം ഫോർ ഷാഡോ ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിരുന്നത്. മറ്റൊരു പ്രധാന ഡീറ്റെയിൽ ആണ് ഈ ചിത്രത്തിൽ ബൻവാർ സിംഗ് ഷിഖാവത്ത് എന്ന ഫഹദിന്റെ ക്യാരക്ടർ വിജയിക്കുന്നതായി കാണിക്കുന്നത് മിക്കപ്പോഴും രാത്രി സമയങ്ങളിലാണെന്ന് കാണാം. അതുപോലെ തന്നെ പുഷ്പ വിജയിക്കുന്നതായി കാണിക്കുന്നത് പകൽ സമയങ്ങളിലുമാണ്. അതായത് ഫസ്റ്റ് ചിത്രത്തിൽ പോലീസ് അവിടേക്ക് റെയ്ഡിനായി വരുന്ന സമയത്ത് പുഷ്പ ചന്ദ്രങ്ങളുടെ മുകളിലൂടെ ഓടുന്നതായി കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ഇത് പകൽ സമയത്താണ് കാണിച്ചിരുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ചിത്രത്തിൽ ഇതുപോലെ ബൻവാർ സിംഗ് ഷിഖാവത്ത് ആ ചന്ദ്രൻ പിടിക്കുന്ന സീനിൽ രാത്രി സമയത്ത് ചന്ദ്രങ്ങളുടെ മുകളിലൂടെ പുഷ്പ ഓടിയതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. കൂടാതെ ചിത്രത്തിന്റെ തുടക്കത്തിൽ ആ ആളുകളെല്ലാം കാട്ടിൽ വെച്ച് ബൻവാർ സിംഗ് ഷിഖാവത്ത് പിടിക്കുന്നതായി കാണിക്കുന്നതും ഉപദ്രവിക്കുന്നതും രാത്രി സമയത്ത് പോലെയാണ്. അതുപോലെ തന്നെ ആ ചന്ദ്രങ്ങൾ ബൻവാർ സിംഗ് ഷിഖാവത്ത് പിടിച്ചു എന്ന് കാണിക്കുന്ന സീനും രാത്രിയിലാണ്. പാലത്തിൽ വെച്ച് ഇവരുടെ ഒരു മെമ്പറിനെ കൊല്ലുന്നതായി കാണിക്കുന്ന സീനും രാത്രിയിലാണ്. ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ ബൻവാർ സിംഗ് ഷിഖാവത്ത് അവരെ ബോംബ് പൊട്ടിച്ച് കൊല്ലുന്നതായി കാണിക്കുന്നതും ഏകദേശം രാത്രിയോട് അടുക്കുന്ന സമയത്താണ്. ഇങ്ങനെ ബൻവാർ സിംഗ് ഷിഖാവത്ത് മിക്ക സീനുകളിലും, എല്ലാ സീനുകളിലുമല്ല എന്നിരുന്നാലും മിക്ക സീനുകളിലും ജയിക്കുന്നതായി കാണിക്കുന്നത് രാത്രി സമയത്തും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബൻവാർ സിംഗ് ഷിഖാവത്തും പുഷ്പയുമായിട്ടുള്ള മത്സരത്തിനിടയിൽ പുഷ്പ ജയിക്കുന്നതായി കാണിക്കുന്നത് മിക്കപ്പോഴും പകലായിരുന്നു എന്നും കാണാം. ഇതിനാകെ വ്യത്യാസം വരുന്നത് അടുപ്പിച്ചു വരുന്ന രംഗങ്ങളിലാണ്. അതായത് ബൻവാർ സിംഗ് ഷിഖാവത്ത് രാത്രി വിജയിച്ചു എന്ന് കാണിച്ചതിന് ശേഷം തൊട്ടടുത്ത സീനിൽ തന്നെ പുഷ്പ പ്രതികാരം ചെയ്യുമ്പോഴാണ് പുഷ്പയെ രാത്രി വിജയിക്കുന്നതായി കാണിക്കുന്നത്. ഇതുപോലെ തന്നെ തിരിച്ചും പുഷ്പ പകൽ വിജയിച്ചതിനു ശേഷം തൊട്ടടുത്ത സീനിൽ ബൽവാർ സിംഗ് ഷിഖാവത്ത് തിരിച്ചടിക്കുമ്പോൾ പകൽ സമയത്ത് ബൽവാർ സിംഗ് വിജയിക്കുന്നതായും കാണിക്കുന്നുണ്ട്. അല്ലാതെ കൂടുതൽ സീനുകൾ നോക്കുകയാണെങ്കിൽ പകൽ സീനുകളിൽ പുഷ്പ വിജയിക്കുന്നതായും രാത്രി കാലങ്ങൾ ബൽവാർ സിംഗ് ഷിഖാവത്ത് മാസ് കാണിക്കുന്നതായിട്ടുമാണ് ചിത്രത്തിൽ വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ചിത്രത്തിലെ പുഷ്പ ഉപയോഗിക്കുന്ന വണ്ടിയുടെ നമ്പറായി കാണിക്കുന്നത് 0666 എന്നാണ്. അല്ലു അർജുന്റെ വണ്ടിയുടെ നമ്പറും സെയിം ആണെന്നാണ് കേട്ടിരിക്കുന്നത്. കൂടാതെ ഈ ചിത്രങ്ങളിലെല്ലാം അല്ലു അർജുന്റെ ക്യാരക്ടറും മറ്റു പല ചിത്രങ്ങളിലും നമ്മൾ കണ്ടിരിക്കുന്നത് പോലെ ഇങ്ങനെ ഒരുപാട് വയലൻസ് എല്ലാമുള്ള ക്യാരക്ടറുകൾ 666 എന്ന നമ്പർ ഉപയോഗിക്കുന്നത് പോലെയും കാണിച്ചതാകാം. സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ബൻവാർ സിംഗ് ഷിഖാവത്ത് താൻ പിടിച്ചിട്ടുള്ള ആ ചന്ദനമെല്ലാം കത്തിച്ച് കളയുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഈ സീനിൽ ബൻവാർ സിംഗ് ഷിഖാവത്ത് അവിടേക്ക് വന്നിരുന്ന് വെള്ളം അടിക്കുന്നതായി കാണാം. എന്നാൽ അവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവിടെ മദ്യക്കുപ്പികൾ കിടക്കുന്നതായും അവിടെ ഭക്ഷണം കഴിച്ചതിൻ്റെയും മറ്റു ലക്ഷണങ്ങൾ ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. സോ ഇതിലൂടെ ബൻവാർ സിംഗ് ഷിഖാവത്ത് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ അവിടെ തന്നെ ആയിരുന്നുവെന്നും ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും എല്ലാം മനസ്സിലാക്കാം.
കൂടാതെ ഇതിനുശേഷം അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ പോലീസുകാരൻ അവിടേക്ക് വരികയും ഇതെല്ലാം കത്തിക്കാനായി പെട്രോൾ എടുത്തുകൊണ്ടുവരാം എന്ന് പറയുകയും ഓൾറെഡി തന്നെ സാർ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം മുന്നേ ഇയാൾ അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ ബൻവാർ സിംഗ് ഷെഖാവത്ത് പെട്രോൾ ഒഴിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്ന വിധത്തിൽ അവിടെ ആ തടികളുടെ എല്ലാം നേരെ താഴെയായി പെട്രോൾ കിടക്കുന്നതായി നമുക്ക് കാണാം. ഇതിന്റെ അവസാനത്തിൽ ആ കല്യാണ സമയത്ത് അവിടെ വന്ന് ബോംബ് പൊട്ടിക്കുന്നത് അയാളുടെ കൈ പൊള്ളിയതിൽ നിന്നും അത് ബൻവാർ സിംഗ് ഷെഖാവത്ത് ആണെന്ന് ഏകദേശം ഉറപ്പാണ്. എന്നാൽ ഇവിടെ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ബൻവാർ സിംഗ് ഷെഖാവത്തിനെ കാണിക്കുന്ന സമയത്ത് അയാളുടെ ഡ്രസ്സിന്റെ പുറകിലായി ഒരു തലയോട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അയാൾ വെക്കുന്ന ബോംബുകളിലും തലയോട്ടിയുടെ ചിഹ്നം ഇരിക്കുന്നതായി നമുക്ക് കാണാം. സോ അയാളെ ഒരു ഡെവിൾ എന്ന രീതിയിൽ മരണം പോലെയെല്ലാം സൂചിപ്പിക്കുന്നത് കൊണ്ട് അവിടെ തലയോട്ടിയുടെ ചിത്രം ഉപയോഗിച്ചതാകാം. എന്നാൽ ഇതുകൂടാതെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ചിത്രത്തിന്റെ തുടക്കത്തിൽ ജപ്പാനിൽ വെച്ചുള്ള ഫൈറ്റ് കാണിക്കുന്ന സമയത്ത് പുഷ്പ ആദ്യം ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ലീഡറെ കാണിക്കുമ്പോൾ അയാളുടെ കഴുത്തിലുമായി തലയോട്ടിയുടെ ചിത്രം കൊടുത്തിരുന്നു. പിന്നീട് ഇയാളുടെ ബോസ് വന്നുകൊണ്ട് പുഷ്പയെ കൊല്ലണ്ട എന്ന് പറയുമ്പോഴും പുഷ്പയോടുള്ള ദേഷ്യത്തിൽ അയാൾ പുഷ്പയെ കൊല്ലാനായി പോകുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഒരുപക്ഷെ ബോസിനെ എതിർത്തുകൊണ്ട് പുഷ്പയെ കൊല്ലാനായി പോയിരുന്ന ഇയാളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഫഹദിന്റെ ക്യാരക്ടർ വരുന്നതാകാം. അതായത് ബൻവാർ സിംഗ് ഷെഖാവത്ത് ഇയാളിൽ നിന്നും ജപ്പാനിലെ കാര്യങ്ങളെല്ലാം അറിയുകയും അങ്ങനെ ഇവിടെ സ്ഫോടനം ഉണ്ടാക്കിയതിനു ശേഷം ജപ്പാനിലേക്ക് പോവുകയും അവിടെ വെച്ച് പുഷ്പയോട് ഇത്രയും ദേഷ്യമുണ്ടായിരുന്ന ഇയാളുടെ കൂടെയുള്ളവരെ കണ്ടുമുട്ടുകയും അവരുമായി ചേർന്നുകൊണ്ട് തുടർന്നുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയും അങ്ങനെ വീണ്ടും ഇവിടേക്ക് വന്നുകൊണ്ട് പുഷ്പയെ കൊല്ലാനായി നോക്കുന്നതുമാകാം. സോ ഇത്തരത്തിലാകാം അയാൾ യൂസ് ചെയ്തിരുന്നത് പോലെയുള്ള ഒരു സിമ്പിൾ തന്നെ ഇവിടെ കൊടുത്തിരുന്നതായി കാണിച്ചത്. സോ എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അവസാനത്തേത്, ഈ ബോംബ് പൊട്ടിക്കുന്ന സീനിൽ തന്നെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഡീറ്റെയിൽ ഉണ്ട്. അതായത് ആ സീൻ കാണിക്കുന്ന സമയത്ത് ബൻവാർ സിംഗ് ഷെഖാവത്ത് കുറെ ദൂരെ നിൽക്കുന്നതായും അവിടെ നിന്നുകൊണ്ട് ആദ്യം ബോംബ് പൊട്ടുന്നതിന്റെ വിഷ്വൽ വരികയും പിന്നീട് അതിന്റെ ശബ്ദം കേൾപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. സോ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രകാശം ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ദൂരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്ന സമയത്ത് പ്രകാശം ആദ്യം നമ്മുടെ കണ്ണിൽ പതിയുകയും പിന്നീടാണ് അതിന്റെ ശബ്ദം വരുന്നതെന്നും, ഇടിമിന്നലിൽ മിന്നൽ ആദ്യം കാണുകയും പിന്നീട് ഇടിയുടെ ശബ്ദം കേൾക്കുന്നത് പോലെയും. എന്നാൽ സിനിമയിലേക്കെല്ലാം വരുന്ന സമയത്ത് ഇത്തരം ശബ്ദങ്ങളെല്ലാം രണ്ടാമത് അവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് മിക്ക സിനിമകളിലും സീരിയലുകളിലുമെല്ലാം ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഏത് സമയത്താണോ ആ ഒരു സ്ഫോടനം നടക്കുന്നതായി കാണിക്കുന്നത് അപ്പോൾ തന്നെ അതിന്റെ ശബ്ദവും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ചെയ്യാതെ വളരെ പെർഫെക്റ്റ് ആയി ആ ദൂരെ നിന്ന് കാണുന്ന ആൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെ പ്രേക്ഷകരും കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ ചിത്രത്തിന്റെ റീലോഡ് വേർഷൻ കണ്ടതിനു ശേഷം ഈ റീലോഡ് വേർഷനിൽ ഉൾപ്പെടുത്തിയിരുന്ന ആ സീനുകളെല്ലാം തന്നെ ഒറിജിനൽ വേർഷനിലായിരുന്നു വേണ്ടതെന്നും സിനിമയുടെ ലെങ്ത് ഒഴിവാക്കാനായിരുന്നുവെങ്കിൽ സത്യത്തിൽ ശ്രീവല്ലിയുടെ ക്രിഞ്ച് സീനുകൾ മറ്റും ഒഴിവാക്കുകയായിരുന്നു നല്ലതെന്നുമാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ റീലോഡ് വേർഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മിക്ക സീനുകളിലും ഫഹദിന്റെ ക്യാരക്ടറിനെ കോമാളിയാക്കുന്നതിന് പകരം കുറച്ചുകൂടി മാസാക്കി കാണിക്കുകയും ഒറിജിനൽ വേർഷനിൽ നമുക്ക് കണക്ട് ആകാതെ പോയിട്ടുള്ള ജപ്പാനിലെ സീനുകൾ പോലെയുള്ള പല കാര്യങ്ങൾക്കും വ്യക്തത വരുത്താനും ഈ റീലോഡ് വേർഷന് സാധിച്ചിട്ടുണ്ട്. സോ എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.